അപ്പോൾ മാട്ടുവലിൻ്റെ മുകളിൽ നിന്ന് ഇന്ത്യൻ സീരീസ് 3 മിനിറ്റേ ഉള്ളൂ. തൊപ്പിൻ്റെ മേലിൽ സത്യമേവ ജയതയാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ പറയാം, ഇത് ശ്രീലേഖ IPS കേരളത്തിലുണ്ടായതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ NDAൻ്റെ ഇതിലേക്ക് പോയിന്. അപ്പോൾ നമുക്ക് വേഗം നോക്കി തീർക്കാം, 3 മിനിറ്റല്ലേ ഉള്ളൂ. ശ്രീലേഖ IPS വയസ്സ് 64. അപ്പോൾ യൂട്യൂബ് സ്നേഹ ശ്രീലേഖ, ഫേസ്ബുക്ക് ശ്രീലേഖ 6, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. തിരുവനന്തപുരം വൈതക്കാട് അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്കാന്ന് കേസൊന്നും ഉണ്ടാവില്ല, പോലീസുകാരിയല്ലേ. ഇവിടെയാണ് പ്രശ്നം. സ്വന്തം കയ്യിലുള്ള പണം 18,000, FD 39 ലാക്ക്, SB 72 ലക്ഷം, പിന്നെ 9 ലാക്ക്, പിന്നെ ഭർത്താവ് FD ബാങ്ക് 35 ലാക്ക്, SB 75. ബാധകമല്ല. പിന്നെയും കിടക്കുന്നത്ര SIB, അങ്ങനെ പലതും കിടക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങൾക്കെല്ലാം നോക്കാം. ഈ ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ടേക്കെല്ലാം ഇട്ടിന്. അപ്പോൾ എല്ലാവരും കൂടി എടുത്ത് വാങ്ങിയിട്ട് അപ്പുറം ചർച്ചിട്ട് ഇട്ടോ. ഇന്ത്യൻ്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എല്ലാം കണ്ടില്ലേ, ഒന്നും പറയണ്ട. ആകെ പണി. പഠിച്ചത് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരിക്കും. പിന്നെന്താ എഴുതിയെന്ന് മനസ്സിലാകുന്നില്ല, ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ MBA HR ഇത് ഇഗ്നോന്ന് എഴുതിന്. അത് ഡിസ്റ്റൻസ് ആണോ ഒറിജിനൽ ആണോ എന്ന് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും പോലീസുകാരത്തി തന്നെ. ഇപ്പോൾ പോലീസുകാരത്തി അല്ല, ഇപ്പോൾ നമ്മൾ എന്തല്ലോ വാങ്ങുന്നുണ്ട്. അപ്പോൾ പ്രശ്നമാണ്. പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇനി വേറെ പോകേണ്ടത് 2 ലാക്ക് വരെ മുകളിൽ വരെ ശമ്പളം കിട്ടുന്നതാണ്. DA പൂവ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ സാധനം ഉണ്ട്. എല്ലാം കൂടി എന്നാലും ആയി ആകെ അത്രേ ഉള്ളൂ. അപ്പോൾ പറയാനുള്ളത്, ഇന്ത്യൻ സിറ്റിസൺ മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്ന് അധികാരികളോട് ഒബ്ജക്ഷനും കംപ്ലൈൻറ്റും പറയുന്നു. കേരള സർക്കാർ കൊടുക്കുന്നതും ഇന്ത്യൻ സർക്കാർ കൊടുക്കുന്നതും എല്ലാം നിർത്തിവെക്കണമെന്നും എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനുള്ളത് ഈ നാട് കൊടുക്കുമെന്ന വിശ്വാസത്തോടു കൂടി മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺ പറയുന്നു, ജനങ്ങളെ ചതിക്കരുത്. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണ്, ഗോ വിട്ട് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയല്ല. അത് മറക്കരുത്. മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ ജുഡീഷ്യറിക്കെങ്കിലും അധികാരികൾക്കെങ്കിലും കഴിയണം. സോ ഷെയർ ടു അതോറിറ്റി.